സോ ഗൈസ്, ഞാൻ ലാസ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ആണ്. അത് ഏകദേശം ഇപ്പോൾ 2 മാസത്തിൽ കൂടുതൽ ഞാനത് യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിനുശേഷം എനിക്ക് ഫീൽ ചെയ്ത കാര്യമെന്ന് വെച്ചാൽ അത് ബാക്കിയുള്ള മോയ്സ്ചറൈസറിനെക്കാട്ടിലും ഒരു യൂസും ഇല്ലാത്തൊരു മോയ്സ്ചറൈസറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, വേണ്ട രീതിയിൽ മോയ്സ്ചറിനെ ലോക്ക് ചെയ്യുകയോ വേണ്ട രീതിയിൽ മോയ്സ്ചറൈസറായിട്ട് വർക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്ക് ഒരു ജെല്ല് അപ്ലൈ ചെയ്യുന്ന ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ. വേറൊരു രീതിയിലും വർക്കിംഗ് അല്ല. ഈവൻ ഡാർക്ക് സ്പോട്ട്സ് മാറ്റുന്നതിലോ അല്ലെങ്കിൽ ആക്നെ വന്നിട്ട് പോയ മാർക്സോ അങ്ങനെ ഒരു രീതിയിലും അത് മാറ്റുന്നില്ല. ആൻഡ് ഇതാണ് ആ ബ്രാൻഡ്. ഇത് പിൽഗ്രിമിൻ്റെ T3 ലൈറ്റ് നോൺ ഓയിലി മോയ്സ്ചറൈസർ വിത്ത് ഹൈലൂറോണിക് ആസിഡ് ആൻഡ് സിസ. ആൻഡ് ഇവർ മെൻഷൻ ചെയ്യുന്നത് ആക്നെ ആൻഡ് ബ്ലെമിഷ് പ്രോൺ സ്കിൻ ടൈപ്സിന് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ സ്കിന്ന് നല്ല രീതിയിൽ ഡ്രൈ ആവുക. ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എക്സ്ട്രീം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക. രാവിലെ എണീക്കുമ്പോഴത്തേക്കൊക്കെ ഫുള്ള് മുഖം ഇങ്ങനെ വലിഞ്ഞ് നല്ല വേദനയാണ്. സോ ഞാൻ ഇത് കംപ്ലീറ്റ്ലി ഞാനിപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാനിത് സ്റ്റോപ്പ് ചെയ്യുക. അതേപോലെ ഇത് ആഫ്റ്റർ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് തന്നെ ഫേസ് ഒരുമാതിരി ഒട്ടി ഇരിക്കണം. എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലും നമ്മുടെ ഫേസിലോ മുടിയിലോ ഒട്ടുമ്പോൾ ഒരു സ്റ്റിക്കിനെസ് അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് ഉണ്ടാകത്തുള്ളൂ, അത് കഴിഞ്ഞ് അത് പോകും. പക്ഷേ മോയ്സ്ചറൈസർ കറക്റ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ മോയ്സ്ചറിനെ ലോക്ക് ചെയ്യാനാണ്. അത് ഇത് ചെയ്യുന്നില്ല. എൻ്റെ സ്കിൻ ഈവൻ മോർ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ സാധനം സ്റ്റോപ്പ് ചെയ്തു. സോ എൻ്റെ സ്കിൻ ഇപ്പോൾ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക, എക്സ്ട്രീം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് വേറൊരു മോയ്സ്ചറൈസർ വാങ്ങുന്നത് കാത്തിരിക്കുന്നത് മിനിമം ഒരു ഡേ 2 ഡേ കാത്തിരിക്കാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് കിട്ടി അത്രയും പെട്ടെന്ന് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ കാര്യം അത്രയും ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്നിട്ട് ഞാൻ സെറ്റഫിലിൻ്റെ ഈ ഒരു മിനി ഡുവോ, ഇത് ആക്ച്വലി ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ചെറിയ കണ്ടെയ്നറിൽ സെറ്റഫിലിൻ്റെ 2 ക്ലെൻസറും മോയ്സ്ചറൈസറുമായിട്ട് 2 എണ്ണം നമുക്ക് കിട്ടും. സോ ഞാനിത് കാണിച്ചു തരാം. ബ്ലിങ്കിറ്റ് ആണെങ്കിൽ ഒരു കൂടിപ്പോയ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വേണ്ട സാധനം നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ ഏകദേശം ചില ടൈമിൽ ഡെലിവറി ചാർജൊക്കെ നല്ല കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ വാങ്ങിയ ടൈമിൽ 4 രൂപ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അത്ര ലോസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങി. ബട്ട് എനിക്ക് പെട്ടെന്ന് എനിക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് എന്തുകൊണ്ടും ഞാൻ ആ ടൈമിൽ പൈസ നോക്കത്തില്ല. ഞാൻ എന്തായാലും വാങ്ങുമായിരുന്നു. ആ രീതിയിലായിരുന്നു. ഫേസ് നല്ല രീതിയിൽ വേദനിച്ചിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഓർഡർ ചെയ്തു. ആൻഡ് ഇനി ഇതിനെക്കുറിച്ച് പറയാം. സെറ്റഫിൽ എന്ന് പറയുന്ന ബ്രാൻഡ് അത്യാവശ്യം നല്ല ഒരു സ്കിൻ കെയർ ബ്രാൻഡാണ്. ആൻഡ് ഇവരുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. മെയിൻലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്ന് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല അടിപൊളി റിസൾട്ട് വെക്കുന്നതാണ്. സോ ഈ ഒരു പർട്ടിക്കുലർ ബോട്ടിൽ നോക്കുകയാണെങ്കിൽ ഇത് സെറ്റഫിൽ മോയ്സ്ചറൈസിങ് ലോഷൻ നോർമൽ ടു കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നാണ് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻ്റ്ലി സൂത്തേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് സ്കിൻ ഫ്രം ഡ്രൈനെസ് ഫോർ 48 hours. ആൻഡ് ഇൻഗ്രീഡിയൻസ് നോക്കുമ്പം അവക്കാഡോ ഓയിൽ, എസെൻഷ്യൽ വിറ്റമിൻസ് E ആൻഡ് B3 ആൻഡ് പ്രോ വിറ്റമിൻ B5. സോ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ആദ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസറാണ്. ഒരുപാട് പേര് സെറ്റഫിൽ ബ്രാൻഡ് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. കാര്യം എൻ്റെ സ്കിന്നിന് ചിലപ്പോൾ ഓയിലി ആകാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് സ്കിന്ന് നല്ല ഡ്രൈ ആയി. അപ്പോൾ ഈ ഒരു ഇതിൽ എൻ്റെ സാധാരണ മോയ്സ്ചറൈസേഴ്സ് ഒന്നും വർക്ക് ആവുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച സെറ്റഫിൽ തന്നെ വാങ്ങാം. പൈസ അധികം ആയാലും സാരമില്ല എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് വിൻ്റർ കഴിഞ്ഞാൽ പിന്നെ നോർമലായിട്ട് സ്കിന്ന് മാറും. സോ അതുവരെ എനിക്കൊരു മോയ്സ്ചറൈസർ വേണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണിത്. ഇത് ചെറുതാണ്, കുറച്ച് ഏകദേശം എത്ര ml 25 ml. ക്ലെൻസർ ആൾസോ ഒരു 25 ml തന്നെ വന്നത്. ഏകദേശം 150-151 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. സോ കുറച്ച് ഒരു എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഡ്രൈനെസ് മാറും. ബട്ട് ഫീൽസ് ലൈക്ക് ഓയിലി. ബട്ട് എങ്ങനെ പോയാലും എനിക്കിത് സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. ദെൻ ക്ലെൻസർ നോക്കുമ്പോഴത്തേക്ക് ഇത് സെറ്റഫിലിൻ്റെ ജെൻറൽ സ്കിൻ ക്ലെൻസർ, ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിൻ, ഹൈഡ്രേറ്റ് ആസിഡ് ക്ലെൻസേഴ്സ് ടു സൂത്ത് ആൻഡ് ഹെൽപ്സ് റെപ്ലനിഷ് സ്കിൻ മോയ്സ്ചറൈസർ. ആൻഡ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഹൈഡ്രേറ്റിംഗ് ഗ്ലിസറിൻ, എസെൻഷ്യൽ വിറ്റമിൻ B3 ആൻഡ് പ്രോ വിറ്റമിൻ B5. ഇത് 25 ml ആണ്.
സോ കുഞ്ഞിതാണ്, നമുക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന ടൈമിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. എനിക്ക് ഇപ്പം വിൻ്റർ ആവുന്നതുകൊണ്ട് ഫീൽഡുണ്ട്. ഞാൻ എന്തായാലും ഫീൽഡ് വർക്കിന് പോകുമ്പോഴത്തേക്ക് ഇത് ക്യാരി ചെയ്യും. കാര്യം ഫേസ് അപ്പോഴൊക്കെ ഡ്രൈ ആവുന്നുണ്ട്, അപ്പോൾ എല്ലാം ഞാൻ റീഅപ്ലൈ ചെയ്യും. അല്ലാണ്ട് എനിക്ക് ഒരു മിനിറ്റ് പോലും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, നല്ല വേദന. സോ ഇതിൻ്റെ ബോട്ടിൽ എങ്ങനെയാണ് വരുന്നത്? ഐ തിങ്ക് ഇത് നല്ലൊരു ക്ലെൻസറാണ്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല, കാര്യം ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ ഫേസ് വാഷ് ചെയ്തതാണ്. ഇത് ഓൾറെഡി വിൻ്ററാണ്, ഡ്രൈ ആണ്. എപ്പോഴും വാഷ് ചെയ്ത് എൻ്റെ ഡ്രൈനെസ് ഞാൻ കൂടുതലാക്കുന്നില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു ക്ലെൻസർ ആൾസോ യൂസ് ചെയ്യാം ഇഫ് യു ഫീൽ ഡ്രൈ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ക്ലെൻസറാണ്. യൂട്യൂബ് റിവ്യൂസൊക്കെ അല്ലെങ്കിൽ റീൽസിലൊക്കെ മിക്ക ഇൻഫ്ലുവൻസേഴ്സിനും ഡെയിലി ബേസിസിൽ യൂസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കമ്പനിയാണ്, ഒരു ബ്രാൻഡാണ് സെറ്റഫിൽ എന്ന് പറയുന്നത്. ക്ലെൻസർ ആൾസോ അത്യാവശ്യം നല്ല ഫേമസ് ആണ്. സോ കറൻ്റ്ലി എൻ്റെ മോയ്സ്ചറൈസറിലെ അപ്ഡേഷൻ ഇതാണ്. മറ്റേ ബ്രാൻഡ് സ്കിപ്പ് ചെയ്യുക. പിൽഗ്രിമിൻ്റെ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാന്നല്ല, മേ ബി അവരുടെ വേറെ ഒരു ഏതെങ്കിലും പ്രോഡക്റ്റ് വർക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ പ്രോഡക്റ്റ് നല്ലതായിരിക്കാം. ബട്ട് ഈ ഒരു വേരിയൻ്റ് വന്നിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ പൈസയ്ക്ക് കൊടുത്ത് വാങ്ങിയിട്ട് ഒരു മോയ്സ്ചറൈസറിനൊപ്പം ഇത് വാങ്ങേണ്ട കാര്യമില്ല. വേറെ നമുക്ക് നല്ല മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. സോ അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പൈസ ഇടാമെന്നാണെങ്കിൽ സെറ്റഫിൽഡ് വാങ്ങാം. നല്ല മോയ്സ്ചറൈസറാണ്. എല്ലാവരുടെ സ്കിന്നും ഹെയർ ടൈപ്പും ഒക്കെ ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും എല്ലാ പ്രോഡക്റ്റും വർക്ക് ആവണമെന്നില്ല. പക്ഷേ ഈ ഒരു പിൽഗ്രിമിൻ്റെത് ആർക്കും വർക്കാവത്തില്ല. ഇതൊരു പൊട്ട സാധനമാണ്, ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല, കൊള്ളത്തില്ല കേട്ടോ. സോ വേറെ പ്രോഡക്റ്റ്സൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആഫ്റ്റർ അത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എൻ്റെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ ഞാനത് അപ്പോൾ നിങ്ങളെ ഇതേപോലെ വീഡിയോ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതിൻ്റെ കൂടെ നോട്ടിഫിക്കേഷൻ ഓൾസോ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അല്ലെങ്കിൽ ഇതിലേക്ക് അപ്ഡേഷൻസ് റിവ്യൂസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.